ഹായ്, ഞാൻ നവീൻ, അഡ്വക്കേറ്റ് നവീൻ. എൻ്റെ ശരിക്കുള്ള പേര് ഡേവിഡ് എന്നാണ്. പക്ഷേ ഈ നവീൻ എന്ന് പറഞ്ഞത് കുറച്ച് പേർക്ക് മനസ്സിലാവുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ്. ഞാൻ ചെറിയൊരു ആക്ടറാണ്. ഇപ്പോൾ ഏഷ്യാനെറ്റിലെ പത്രമാ സീരിയലിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ വേറൊന്നുമല്ല, ഞാൻ ഈ സ്ഥലം ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നാൽ. അപ്പോൾ അതിന് മുമ്പ് നിങ്ങളൊന്ന് എന്നെ ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ ഫോളോ ചെയ്യുക. ഇനിയിപ്പം എൻ്റെ അക്കൗണ്ട് ജസ്റ്റ് നോക്കി ഇയാൾ കൊള്ളാം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുന്ന ഞാൻ പറയുള്ളൂ. കാരണം വേറൊന്നുമല്ല, ഇന്നത്തെ കാലത്ത് ഒരു ചാൻസ് ചോദിക്കുകയാണെങ്കിൽ, എന്ത് ചോദിക്കുകയാണെങ്കിലും ഫസ്റ്റ് ചോദിക്കുന്ന ചോദ്യം നിനക്കെത്ര ഫോളോവേഴ്സ് ഉണ്ട്, നിൻ്റെ അക്കൗണ്ടിന് റീച്ച് ഉണ്ട്, ഇതൊക്കെയാണ്. അപ്പം ഏതൊരു കലാകാരനും ഫോഴ്സ്ഡായി ഒന്ന് ഫോളോവേഴ്സ് കിട്ടുക എന്നുള്ളത്. സോ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ എന്നെ പോലെ സ്ട്രഗിൾ ചെയ്യുന്ന, നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുന്ന ഏതെങ്കിലും കലാകാരനെ ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ വേറൊന്നുമല്ല, ഞാനിപ്പോൾ നിൽക്കുന്നത് കളമശ്ശേരിയിലാണ്. അപ്പോൾ ഞാനിപ്പം നമ്മുടെ ഓണം ഷൂട്ടൊക്കെ നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്തേക്ക് പോകുന്ന വഴിക്ക് ജസ്റ്റ് ഇവിടെ വന്നതാണ്. എനിക്ക് കൊച്ചിയിൽ ഏറ്റവും പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം എന്ന് തോന്നിയിട്ടുള്ളത് കളമശ്ശേരിയിൽ ഈ സീപോർട്ട് റോഡാണ്. കിട്ടില്ല സ്ഥലം. അതായത് ഇതൊരു 3 കിലോമീറ്റർ ഒരു ഹൈവേ പോലെ പണിതീരാ കിടക്കുക. അപ്പം നമുക്കൊരു 3 കിലോമീറ്റർ റൗണ്ട് വരും. നമുക്ക് നടക്കാം, ചായ കുടിക്കാം, വണ്ടി പാർക്ക് ചെയ്ത് പാട്ട് കേൾക്കാം. അങ്ങനെ ഇത്രയും പീസ്ഫുൾ ആയിട്ട് സ്ഥലം ഞാൻ കൊച്ചിയിൽ വേറെ കണ്ടിട്ടില്ല. വേറെ ഉണ്ടാവാം, പക്ഷേ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്ഥലം. കാരണം ഞാനൊരു 10 വർഷത്തോളം ഓഡീഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നിരവധി തവണ കൊച്ചിയിൽ വരാറുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഇവിടെ വരാറുണ്ട്. ഞാൻ ഒരു 2021 നമ്മുടെ കൊറോണ ടൈമിലൊക്കെ ഞാനിവിടെ റൂമൊക്കെ എടുത്ത് താമസിച്ചിട്ടുണ്ട് ഓഡീഷൻസ് അറ്റൻഡ് ചെയ്യാൻ. അന്നൊക്കെ ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിരുന്നു. ഞാൻ ഈ നാടക പരിശീലനങ്ങളൊക്കെ ഉണ്ട്, ചെറിയ കലോത്സവങ്ങൾ പഠിപ്പിക്കുക, അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങനെ കിട്ടുന്ന കാശ് കൊണ്ടൊക്കെ ഞാനിവിടെ ഓഡീഷന് വരും, അറ്റൻഡ് ചെയ്യും. മിക്കവാറും നിരാശയായിരിക്കും. ഒരു നേരമൊക്കെ ഭക്ഷണം കഴിക്കും കിട്ടുന്ന പൈസ കൊണ്ട്. ലാസ്റ്റ് നമ്മുടെ സ്ട്രെസ്സും വിശപ്പും എല്ലാം ഇതിലൂടെ ഇങ്ങനെ നടന്ന് മടുപ്പിച്ച് അങ്ങനെ തീർക്കും. അതായിരുന്നു അവസ്ഥ. ഇപ്പം ലൈഫിൽ ചെറുതായിട്ടൊന്ന് ഗ്രാഫ് ഒന്ന് ഉയർന്നു. അതിൽ നിങ്ങളുടെ സപ്പോർട്ട് ഭയങ്കരമായിട്ടുണ്ട്. സോ ഞാൻ നിങ്ങളോട് ഇത്ര പറയുന്നുള്ളൂ, ഈ സ്ഥലം നിങ്ങൾ കൊച്ചിയിലെങ്ങാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. കാരണം കിട്ടിയ സ്ഥലമാണ്, അടിപൊളി സ്ഥലമാണ്. എനിക്ക് ഒരുപാട് ഓർമ്മകളുണ്ട് ഇവിടെ. സോ അതുകൊണ്ടാണ് നിങ്ങൾ വന്ന് നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം. നടക്കാനൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അടിപൊളിയാണ്. സോ അപ്പം ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. ബൈ.